ഗുഡ് മോർണിംഗ് ഫ്രം സെറേവോയിലെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ നഗരത്തിൽ ബാക്കിയുള്ള എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബോസ്നിയൻ ഹെർസിഗോവിന എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ സെറേവോയിലെ ചെറിയ രീതിയിലുള്ള ചരിത്രവും ഭക്ഷണവും അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയും മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ സാധിച്ചു. ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. ഇനിയും സെറേവോയിൽ കുറച്ചധികം കാഴ്ചകളുണ്ട്, അതുകൂടെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മളങ്ങനെ പഴയകാല സെറേവോ പിന്നിലാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നു. അപ്പോൾ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു ഓസ്ട്രോ ഹംഗേറിയൻ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള റോഡും ആ ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ. മിക്ക കെട്ടിടങ്ങൾക്കും ചെറിയ രീതിയിലുള്ള ബുള്ളറ്റ് ഹോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ പറഞ്ഞല്ലോ 30 വർഷം മാത്രമായിട്ടുള്ളൂ ഇവിടെ യുദ്ധം കഴിഞ്ഞിട്ട്. എന്നാൽ അതിൻ്റെ പല അടയാളങ്ങളും ഇന്നും ഈ നഗരം അല്ലെങ്കിൽ ഈ രാജ്യം നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഈ യുദ്ധം ഒരിക്കലും ഒരു മറക്കേണ്ട ഒരു സംഭവമല്ല. അതിന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഓർത്ത് വെച്ചോളൂ എന്ന് പറയാൻ വേണ്ടി മാത്രം ബാക്കി വെച്ചതായിരിക്കും അത്തരം കാഴ്ചകളെല്ലാം. 400 വർഷമാണ് ഓട്ടോമൻ സാമ്രാജ്യം സെറേവോ നഗരത്തിലും ബോസ്നിയയിലും ഉണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഓട്ടോമൻസിൻ്റെ ഒരുപാട് അടയാളങ്ങൾ കാണാൻ സാധിക്കും. ഇത് മറ്റൊരു പള്ളിയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്, ഫെർഹാഡിയ മോസ്ക് എന്ന് പറയുന്നത്. 1500കളിൽ നിർമ്മിച്ചിട്ടുള്ളൊരു പള്ളിയാണ്. ആൻഡ് ഓട്ടോമൻസ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയുള്ള മിക്കവരും ക്രിസ്ത്യാനികളായിരുന്നു, ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. ആൻഡ് അവരിൽ കുറേ പേരൊക്കെ ഓട്ടോമൻസ് ആ 400 വർഷത്തെ ഭരണകാലം കൊണ്ട് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ മതം മാറി മുസ്ലിം മതവിശ്വാസികളായി മാറി. ഇന്നിപ്പം ബോസ്നിയയിൽ 50% മുസ്ലിങ്ങളുണ്ട്, 51% മറ്റും 48% ക്രിസ്തുമത വിശ്വാസികളാണ്. ആൻഡ് ഇവരെ ഇത്ര പെട്ടെന്ന് ഈ ഓട്ടോമൻസ് ഭരിക്കുന്നിടത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൺവേർഷൻസും കാര്യങ്ങളും വലിയ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ ബോസ്നിയയിൽ അങ്ങനെ വളരെ പെട്ടെന്ന് കൺവേർഷനും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ പലപ്പോഴും പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുമത വിശ്വാസികളെന്ന് പറയുന്നത് കുറേ കൂടി ഇസ്ലാമിനോട് അല്ലെങ്കിൽ ഒരു സാമ്യമുള്ള രീതിയിൽ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അവരെ ഇസ്ലാം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇസ്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരുന്നു എന്നും കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്ക്, ഈ സെറേവോ നഗരത്തിലെ സെറേവോ കത്തീഡ്രൽ എന്ന് പറയുന്നത്. 1889 ഓസ്ട്രോ ഹംഗേറിയൻ കാലഘട്ടത്തിൽ പണിതിട്ടുള്ള കത്തീഡ്രലാണ് ഈ പിന്നിൽ കാണുന്നത്. വളരെ മനോഹരമായിട്ട് ഒരു നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു കത്തീഡ്രലാണ്. നല്ല രസമുള്ള സ്റ്റെയിൻഡ് ഗ്ലാസും നല്ല രസമുള്ള ആർക്കിടെക്ട് ശൈലിയിലും മറ്റുമൊക്കെ നിർമ്മിച്ചിട്ടുള്ളതാണ്. ആൻഡ് യുദ്ധകാലത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം അന്നത്തെ മാർപ്പാപ്പ ഇവിടെ വന്ന് ആ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഈ ഒരു കത്തീഡ്രലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രതിമയും പുറത്തവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രതീകമായിട്ട്. നമ്മൾ ഫെർഹാഡിയ സ്ട്രീറ്റിൻ്റെ ഒരു അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫ്ലെയിം കാണാൻ പറ്റും, എറ്റേണൽ ഫ്ലെയിം. അതായത് 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇവിടെ മരിച്ചു വീണിട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിമംബറൻസ് ആണ് ഈ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും എല്ലാ കാലത്തും. ആൻഡ് ഇത് അവർ ഈ ഒരു ജീവൻ ത്യജിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്, അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ട് വച്ചിട്ടുള്ളൊരു ഫ്ലെയിമാണ് ഈ കാണുന്ന എറ്റേണൽ ഫ്ലെയിം എന്ന് പറയുന്നത്. സെറേവോ നഗരത്തിലെ പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ് കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്നത്. എന്ത് രസമുള്ള കെട്ടിടം നോക്കിക്കേ. അതിൻ്റെ മുന്നിലൂടെയാണ് ഈ മിലിയാക്ക എന്ന് പറയുന്ന നദി ഒഴുകുന്നത്. സെറേവോയിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ്. നമ്മളിങ്ങനെ ക്യാമറ മാറ്റി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ തീരത്ത് എന്നോണം നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ മുകളിലും സത്യത്തിൽ ഈ പഴയകാല യുദ്ധത്തിൻ്റെ ഒരുപാട് വെടിയുണ്ടുകളേറ്റ പാടുകളും നാശനഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സെറേവോ നഗരം സത്യത്തിൽ എന്താ പറയുക, ഒരുപാട് ചരിത്രം ഇങ്ങനെ പേറി നടക്കുന്ന നഗരമാണ്. യുദ്ധത്തിൻ്റെ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം, യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ പേറി നടക്കുന്ന നഗരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മിലിയാക്ക നദിക്ക് കുറുകെ പണിതിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു പാലം. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട പോസ്റ്റ് ഓഫീസും കാണുന്ന യൂണിവേഴ്സിറ്റിയുടെ പഴയ കെട്ടിടം. യൂണിവേഴ്സിറ്റിയുടെ പുതിയ കെട്ടിടമാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആട്ടോ ഇത്. നോക്കിക്കേ, ഈ നദിയുടെ തീരത്ത് നല്ല രസമുള്ളൊരു പള്ളി കണക്ക് പണിതിട്ടുള്ളൊരു കെട്ടിടം. നല്ലൊരു രസമുള്ളൊരു പ്രൊമിനേഡ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പേർക്ക് അവിടെ ഇരിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മിലിയാക്കയുടെ കുറുകെ പണിതിട്ടുള്ള മറ്റ് പാലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം.
ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല പച്ച കളറുള്ള പെയിൻറ്റും ആൻഡ് ആ ഒരു പഴമ നിലനിർത്തിയിട്ടുള്ളൊരു നിർമ്മാണം എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് മറ്റൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്കിലേക്കാണ്. എല്ലാം കൊണ്ടും ചരിത്രപരമായിട്ടും ഈ സെറിയാവോഡ് അല്ലെങ്കിൽ ഈ ബോസ്നിയയുടെ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളൊരു ലൊക്കേഷനിലേക്കാണ്. നമ്മളിങ്ങനെ പ്രൊമനേഡിലൂടെ അങ്ങനെ നടന്നിട്ട് അടുത്ത ഒരു മെയിൻ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യു ഹംഗ്രി? ലിറ്റിൽ ബിറ്റ്. സോ ലഞ്ചിൻ്റെ സമയം കൂടെ ആയിട്ടുണ്ട്. ചെറുതായിട്ടുള്ള വിശപ്പും മറ്റുമൊക്കെ വരുന്നുണ്ട്. അപ്പം വിശപ്പൊന്ന് കൂടുന്നതിന് മുന്നേ നമ്മൾ നല്ല കിടിലൻ ബോസ്നിയൻ ലഞ്ചും കഴിക്കാനുള്ള പ്ലാനുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന എന്ന് പറയുന്ന രാജ്യം ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം ഭരിക്കുന്ന കാലം, അതായത് 1914 ജൂൺ 28 അന്നത്തെ ഓസ്ട്രിയൻ ഭരണാധികാരി ഫ്രാൻസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഇവിടെ വെച്ചിട്ട് ഒരു ബോസ്നിയൻ ഒരു ദേശീയവാദി വെടിവെച്ചു കൊന്നത്. ആൻഡ് ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. ഈ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ദേശീയവാദി പ്രസ്ഥാനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ തീവ്രമായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു സംഘടനയായിരുന്നു അന്നത്തെ ഒരു സംഘടനയായിട്ടുള്ള യങ് ബോസ്നിയ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള 4-5 മെമ്പേഴ്സ് ചേർന്നിട്ട് ഈ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിനെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിലൊരാളായിട്ടുള്ള ഗബ്രീലോ പ്രിൻസിപ്പ് ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ എന്താ പറയുക വെടിവെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നു. അന്ന് അവർ ഒരു ഓപ്പൺ കാറിലായിരുന്നു. ആ കാലഘട്ടത്തിലെ കാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഓപ്പൺ കാറായിരിക്കും. അതിലൂടെ ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് വളരെ അടുത്ത് കിട്ടിയ അവസരത്തിൽ അദ്ദേഹം തോക്കെടുത്തിട്ട് പോയിന്റ് ബ്ലാങ്കിൽ അദ്ദേഹത്തെയും ഭാര്യയും വെടിവെച്ച് കൊല്ലുകയുണ്ടായിരുന്നു. സോ ഈ ഗബ്രീലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ബോസ്നിയൻ ദേശീയവാദി കൊലപ്പെടുത്തിയതിന് പിന്നിൽ സെർബിയ ആണെന്ന് ആരോപിച്ച് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ആൻഡ് അതോടുകൂടി ബാക്കിയുള്ള രാജ്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവായി പല രാഷ്ട്രീയപരമായിട്ടുള്ള റീസൺസ് കാരണം. ആൻഡ് അത് പിന്നീട് ഏറെ വൈകാതെ ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതാണ് നമ്മളൊക്കെ എല്ലാം അറിയുന്ന ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. 4 വർഷം നീണ്ടു നിന്ന വലിയൊരു യുദ്ധമായിരുന്നു. ആൻഡ് ഇൻഫാക്റ്റ് ആ ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കും നയിച്ചൊരു സംഭവം. ആൻഡ് ആ രണ്ടാം ലോക മഹായുദ്ധമാണ് ഇന്ന് ഈ കാണുന്ന ലോകക്രമങ്ങളെ എല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ചരിത്ര സംഭവങ്ങൾക്ക് ഒരു കാരണമായിട്ടുള്ള ഒരൊറ്റ കാരണം എന്ന് നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റുന്നൊരു കാരണമാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു അസാസിനേഷൻ എന്ന് പറയും. സോ ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ്, ഇവിടെ നിന്നുകൊണ്ടാണ് ഗബ്രീലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ആ പയ്യൻ ഫ്രാൻസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് വന്നത്. അദ്ദേഹത്തെ ഭാര്യയും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നത്. ആൻഡ് ആ ഒരു ഫുട് പ്രിൻറ്റ് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് അറിയാൻ, ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫ്സ്, കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം കിട്ടുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ലാറ്റിൻ ബ്രിഡ്ജിന് അടുത്തുള്ളൊരു സ്ഥലത്ത് നടന്നുകൊണ്ടാണ് ഈ ലാറ്റിൻ ബ്രിഡ്ജ് ഇത്ര അധികം പോപ്പുലറായത്. കാരണം അതൊരു അടയാളമായിട്ട് ആളുകൾ പറയാൻ തുടങ്ങി, ലാറ്റിൻ ബ്രിഡ്ജിനടുത്താണ് എന്നുള്ള രീതിയിൽ. അതോടുകൂടി ഈ ഒരു സംഭവം വളരെയധികം പോപ്പുലറായി. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നേരെ ഇവിടുത്തെ ഒരു പോപ്പുലറായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇനാത്ത് കുക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബോസ്നിയയുടെ നാഷണൽ ഡിഷായിട്ടുള്ള, എന്താണ് അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി, പേര് നോക്കട്ടെ സെറിയാവസ്കി സഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസ് ആട്ടോ. അത് ബീഫ്, റൈസ്, ഡോൾമാസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് ബോസ്നിയയുടെ നാഷണൽ ഡിഷായിട്ട് കൺസിഡർ ചെയ്യുന്ന സംഭവമാണ്. ലേശം ഹെവി ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതൊന്ന് ഇവിടെ വന്ന് കഴിച്ചു നോക്കണം എന്ന് കരുതി ആൻഡ് അത് കഴിച്ചു നോക്കാൻ പോകുന്നു. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജനവാതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് സെറിയാവോടെ സിറ്റി ഹോൾ കാണാം കേട്ടോ. വൺ ഓഫ് ദി മേജർ ഐക്കോണിക് ആയിട്ടുള്ള അട്രാക്ഷനാണ് ഇവിടുത്തെ സിറ്റി ഹോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ, ദിസ് ഈസ് നാഷണൽ സറാഹ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ നാഷണൽ ഡിഷ് എന്ന് പറയുന്ന സംഭവം, മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്ത് ഡോൾമാസ്, ബീഫ് ആൻഡ് ക്രീം
പിന്നെ ഈ പറയുന്ന പെപ്പറിൻ്റെ അകത്തുള്ള റൈസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. കൊള്ളാം. ഇവരെല്ലാ ഡിഷിൻ്റെ കൂടെയും ബ്രെഡ് സെർവ് ചെയ്യും. നമ്മൾ പിന്നെ നേരത്തെ ആ സൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്, ബേസ് സൂപ്പ് അല്ലെങ്കിൽ ചിക്കൻ വിത്ത് ഒക്രയുടെ സൂപ്പും കൊള്ളാം. ഇപ്പോൾ നമ്മുടെ ബോസ്നിയയുടെ ഒരു നാഷണൽ ഡിഷ് ബീഫ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ബീഫ് കറി സെയിം യുവർ ബീഫ് കറി. ട്രൈ സ്മോൾ പീസ്. അതിനകത്ത് റൈസ് ഉണ്ടാവും ആൻഡ് വിത്ത് ക്രീം. ചൂടില്ല കേട്ടോ. പിന്നുള്ളത് ഉള്ളിയുടെ അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള മീറ്റ് കേട്ടോ. ഡോൾമ വൈൻ ലീവ്സ് ഇല്ലേ, നമ്മുടെ വൈൻ ലീവ്സിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള റൈസും കാര്യങ്ങളൊക്കെ. റൈസുള്ള മീറ്റ് കേട്ടോ. കംപ്ലീറ്റ് മീറ്റ് ഡിഷാണ്. ചിക്കൻ എന്തെങ്കിലും ഐറ്റം ചോദിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി, ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പിന്നിൽ കാണുന്നത് സെറേവോ നഗരത്തിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനാണ്, ലാൻഡ് മാർക്കാണ്. ഓസ്ട്രോ ഹംഗേറിയൻ കാലഘട്ടത്തിൽ പണിതിട്ടുള്ളൊരു സിറ്റി ഹോളാണ്. പിന്നീട് 1949 ആ സിറ്റി ഹോൾ ഒരു ലൈബ്രറി ആയിട്ട് മാറി. എന്നാൽ 92-ൻ്റെയും 95-ൻ്റെയും ആ കാലഘട്ടത്തിലെ യുദ്ധ സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് വീണ്ടും ബിൽഡ് ചെയ്ത് ഇന്ന് ആ പഴയ കോലത്തിൽ, പഴയ രൂപത്തിൽ മാറ്റിയെടുക്കുകയായിരുന്നുണ്ടായത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് കാഴ്ചകൾ നോക്കാം. 1992 യുദ്ധ കാലഘട്ടത്തിൽ ഫയർ ഇട്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? സെർബിയൻ ക്രിമിനൽസ്. അവർ ആ രാജ്യത്തിൻ്റെ പേരടക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 25-26 കാലഘട്ടത്തിൽ ഈ ഒരു ബിൽഡിംഗ് മൊത്തം അത് അന്ന് ഇതൊരു നാഷണൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു, യൂണിവേഴ്സിറ്റി ലൈബ്രറി ആയിരുന്നു. ഒരുപാട് പുസ്തകങ്ങളാട്ടോ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഇവന്മാർ തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. അതിമനോഹരമായിട്ടാണ് ഇതിനകം അലങ്കരിച്ചിട്ടുള്ളത്. ഇസ്ലാമിക് ആർട്ട് ഇൻഫ്ലുവൻസും സ്പാനിഷ് നോർത്തേൺ ആഫ്രിക്കൻ ശൈലിയിലുള്ള നിർമ്മാണങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. 1949 വരെ ഇതൊരു സിറ്റി ഹാളായിരുന്നു. അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിനയുടെ ലൈബ്രറി ആയിട്ട് മാറുന്നത്. എന്നാൽ 92 യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത്. 20 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് അന്ന് കത്തി നശിച്ചത്. എന്നാൽ 96 യുദ്ധത്തിന് ശേഷം ഇതിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും 2014 അത് പൂർത്തിയാക്കാനായത്. ഇന്നത്തെ കാലത്ത് ഇത് സെറേവോയുടെ സിറ്റി ഹോളായി പ്രവർത്തിക്കുന്നു. ഒരുപാട് മേജർ ഇവൻസും മറ്റും എല്ലാം തന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റി ഹോളിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നേരെ ഇനി പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനിലേക്കാണ്. സെറേവോ നഗരത്തിലെ യെല്ലോ ഫോർട്രസ്. ഫോർട്രസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കോട്ട എവിടെ ആയിരിക്കും? മല മുകളിലായിരിക്കും, നഗരത്തെ കാണുന്ന രീതിയിൽ. അതുകൊണ്ട് ചെറിയൊരു കയറ്റത്തിലാണ്. 10-15 മിനിറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറാനുണ്ടെന്ന് കേട്ടത്. നമ്മൾ സെറേവോയുടെ പഴയ നഗരഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. അവിടെ ഒരു ഫോർട്രസിൻ്റെ ഒരു ഭംഗിയല്ല കേട്ടോ കാണാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ നിന്നും ഈ നഗരത്തിൻ്റെ ഒരു കിടിലം വ്യൂ ഉണ്ടെന്നാണ്. അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം. 92-95 കാലഘട്ടത്തിലെ യുദ്ധത്തിൽ മരിച്ചു വീണവരുടെ ടൂംസ് ഇവിടെ കാണാം കേട്ടോ. എത്ര ടൂംസാണ് നോക്ക്. എല്ലാവരും മരിച്ചു വീണതിൻ്റെ ഡേറ്റ് ബോൺ ഇൻ 55, 65, 75 എന്നൊക്കെ കാണാമെങ്കിലും ഡൈഡ് ഇൻ 94, 93 എന്നൊക്കെ കാണുന്നത്. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു, അല്ലെങ്കിൽ ഒരവസ്ഥയായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ സെറേവോയുടെ മനോഹരമായിട്ടുള്ള ആകാശക്കാഴ്ച കാണാം കേട്ടോ. നഗരത്തിൻ്റെ സ്കൈ സ്ക്രൈപ്പേഴ്സും ഈ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും നല്ല ഓറഞ്ച് മേൽക്കൂരയോട് കൂടിയിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം കേട്ടോ. ഇതാണ് ആ പറഞ്ഞ യെല്ലോ ഫോർട്രസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ സിറ്റി ഹോളിലൂടെ അങ്ങനെ കയറി ഒരുപാട് 10-15 മിനിറ്റ് നേരെ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല കയറ്റമാണ്. ആ കയറ്റം കയറി നേരെ മുകളിലെത്തിയ സമയത്ത് ഈ യെല്ലോ ഫോർട്രസ് എന്ന് പറയുന്നൊരു പുരാതനമായിട്ടുള്ളൊരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് സരയേവോ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് താഴെ കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ കണ്ട പല മെയിൻ അട്രാക്ഷൻസും എല്ലാം തന്നെ ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ മിലിയാക്ക നദിയും ഈ മലഞ്ചെരുവിലുള്ള വീടുകളും കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ ആലോചിക്കുന്നതല്ല, യുദ്ധകാലഘട്ടത്തിൽ ഈ കാണുന്ന മലയുടെ മുകളിൽ നിന്നുകൊണ്ടായിരുന്നു സെർബിയൻ പട്ടാളം ഈ ഒരു നാടിനെ ഉപരോധിച്ചതും ഈ നാട്ടുകാരെ കൊന്നൊടുക്കിയതെല്ലാം തന്നെ. 1425 ദിവസമായിരുന്നു ഈ സരയേവോ നഗരം ഉപരോധത്തിലായിരുന്നത്. മനസ്സിലായില്ലേ? അത്രയും ദിവസം ഒന്ന് ആലോചിച്ച് നോക്കണം. കഷ്ടപ്പാടിൻ്റെയും മറുതിയുടെയും ദിനങ്ങളായിരുന്നു ഈ നാട്ടുകാർക്ക്. എനിവേ, ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ലഭിക്കുന്ന ഇടം ഇവിടെ വന്നുകൊണ്ട് കുറേ നേരം ഈവനിങ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ സരയേവോ നഗരത്തിന് പുറത്തോട്ടാണ് പോകുന്നത്. സരയേവോ നഗരത്തിന് പുറത്തുള്ള കുറച്ച് നല്ല കാഴ്ചകളും അവിടെയുള്ള വെള്ളച്ചാട്ടവും മറ്റുള്ള എന്താ പറയുക ലാൻഡ്സ്കേപ്പും മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പും കാര്യങ്ങളെല്ലാമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ. നമ്മളിപ്പം യെല്ലോ ഫോർട്രസിനടുത്ത് ഒരു ചെറിയൊരു കഫേയിൽ വന്നിരിക്കുക കേട്ടോ. പോയിൻ്റ് ഓഫ് വ്യൂ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള സരയേവോ നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു ബോസ്നിയൻ ചായ ചേർസ് അടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രസമുള്ള കാഴ്ച നോക്കി പുറത്ത് മനോഹരമാട്ടോ, രക്ഷയില്ല. കൊള്ളാം.